ഹലോ, നമുക്കിന്ന് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് കണ്ടാലോ? വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത വർക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ലിപ്പൻ ആർട്ടാണ്. ഇത് നമ്മൾ ചെയ്തത് കേക്ക് ബോർഡിലാണ്. ഇതിൽ ഞാൻ ക്ലേക്ക് പകരമായിട്ട് യൂസ് ചെയ്തത് വൂളൻ ത്രെഡാണ് കേട്ടോ. ആ ഒരു സൈഡും അതുപോലെ ആ റൗണ്ടൊക്കെ കൊടുത്തത് വൂളൻ ത്രെഡിലാണ്. പിന്നെ കളറ് അക്രിലിക് കളറാണ്. ആ ഒരു മിററായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ സാധാരണ മിററല്ല, നമ്മൾ ചൂടുള്ള ഫുഡൊക്കെ പാർസലായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ലിഡായിട്ട് ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഒരു കട്ടിയുള്ളൊരു കവർ വരുത്തില്ലേ, അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്രാഫ്റ്റ് കാണിക്കാം. ഇതാണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഫ്ലാസ്ക് ആണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ആണ്. അപ്പോൾ ചൂടൊക്കെ നിൽക്കാതായപ്പോൾ ഞാനിത് ചെറുതായിട്ട് മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടൊരു ഫ്ലവർ പോട്ട് രൂപത്തിലെടുത്തതാണ്. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ലൈറ്റ് കളർ പെയിൻറ്റിങ്ങും അതുപോലെ ഒരു വൂളൻ ത്രെഡിൻ്റെ വർക്കുമാണ് കൊടുത്തത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എഗ് ട്രേ യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു ലാവൻഡർ ഫ്ലവറാണ്. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിൽ, ഇതുവരെയായിട്ട് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി ഒരു റൂം ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു പെർഫ്യൂം ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഈ ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുറ്റിയെടുത്തത് കടയിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ വടഞ്ഞിട്ടിട്ട് അങ്ങനെയാണ് ചുറ്റിയെടുത്തത്. പിന്നെ പിസ്താ ഷെല്ലാണ് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചത്. ഇതും നമ്മുടെ എഗ് ട്രേ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരുപാടെണ്ണം നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ കാണിക്കുന്നത് സ്വീറ്റ് ബോക്സ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമ്മൾ സ്വീറ്റ് ബോക്സ് നമ്മുടെ ദീപാവലി ടൈമിൽ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ബോക്സാണിത്. അതിൻ്റെ ലിഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്രെയിമാക്കി യൂസ് ചെയ്തു. അതിൻ്റെ താഴെ വരുന്ന ഭാഗം ഇങ്ങനെയും യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി വരുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെയുള്ള ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റ് നോക്കാം. ഇതൊരു കുഞ്ഞു പെയിൻറ്റിംഗ് ആണ്. ഇത് നമ്മൾ ക്രിസ്മസ് ടൈമിൽ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ പേപ്പർ പ്ലേറ്റിൽ ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. എനിക്ക് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇതും നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഇതും നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഫുഡോ ഫ്രൂട്ട്സോ ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു പാക്കേജിങ് ആണ്. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് യൂസ് ചെയ്തത് അത്യാവശ്യം ഇത്തിരി പെയിൻ്റൊക്കെ ഇളകി വരുന്നുണ്ട്. പിന്നെ സെയിം ഇതുപോലെ ചെയ്ത മറ്റൊരു വർക്കാണിത്. ഇത് നമ്മുടെ CD-യിലാണ് ചെയ്തത്. CD-യിൽ ഇതുപോലെ നമ്മുടെ ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചുറ്റിയിട്ട് നമ്മുടെ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷെല്ലുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തത്. ഇത് നമ്മൾ CD-യിൽ ചെയ്ത കുറച്ച് പെയിൻറ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അതൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ ഒട്ടിക്കാനൊന്നും നിന്നില്ല, അപ്പോൾ കളയാനും തോന്നിയില്ല. ഇത് നമ്മുടെ സാധാരണ നോർമലായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, പണ്ടേ നമ്മളെ കയ്യിലുണ്ടാകുന്ന, അപ്പോൾ അതിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് കിട്ടിയപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് നമ്മൾ ചെയ്തത് മദേഴ്സ് ഡേ ഗിഫ്റ്റായിട്ട് ചെയ്തതാണ്. നമ്മൾ പ്ലാസ്റ്റിക് സ്പൂൺ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ വൂളൻ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ. അത്യാവശ്യം ഇളകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു കാർഡ്ബോർഡിൽ ചെയ്തൊരു വർക്കാണ്. റോപ്പ് വെച്ച് ചെയ്തൊരു വർക്കാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ചെയ്തു വന്നപ്പോൾ ഈ ഒരു രൂപത്തിലായി. ഇത് ഞാൻ ഇന്നലെ ഇട്ട ഒരു ഷോർട്സിലെ ഒരു വർക്കാണ്. നമ്മുടെ ഒരു ഫ്രെയിം പോലെ ചെയ്ത ഒരു കോഡ്സാണ്. ഇതിലെ ചുറ്റിലും നമ്മൾ ചെയ്ത പെയിൻറ്റിങ് നമ്മളെ ഫിംഗർ വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫ്രെയിം. ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാടെണ്ണം കളഞ്ഞു പോയി. ഒരുപാടെണ്ണം സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് ടേക്കൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് ഏറ്റവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇത് കാർഡ്ബോർഡിൽ ചെയ്തതാണ്. വൂളൻ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ അധികവും ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ സൈഡിൽ വെക്കുന്ന റൈറ്റാണ്. ഇതുപോലെയൊക്കെ ഞാൻ വെക്കാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
ഇത് ഞാൻ ഇങ്ങനെ ഏതോ ഷോപ്പിൽ പോയപ്പോൾ കണ്ടിട്ട് എനിക്ക് അതുപോലെ ചെയ്യണം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇതൊരു ഫ്രെയിമാണ്. ഇതും കാർഡ്ബോർഡിൽ ചെയ്തതാണ്. പിസ്താഷ്യല് യൂസ് ചെയ്തുകൊണ്ട് ചെയ്തൊരു ഫ്രെയിമാണ്. സിമ്പിളായിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒത്തിരി അധികം വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് ചാനലായ നിംസ് ഫേവറേറ്റ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാമല്ലോ. അപ്പോൾ നല്ല നല്ല ക്രാഫ്റ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.